എല്ലാ കൊല്ലവും സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള സമ്മാനം അവൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ അറിയാം. ഇപ്പോൾ SSLC പാസ്സായിരിക്കുന്നതും സ്കൂളിലെ ഹയസ്റ്റ് മാർക്സോടെയാണ്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അവളെ എവിടെയെങ്കിലും അയച്ചു പഠിപ്പിച്ചോളാൻ ഞങ്ങളോട് പറയുമായിരുന്നു. ഈ ഒരു കുട്ടിയുടെ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ചെലവ് വഹിക്കുന്നത് കൊണ്ട് എന്റെ ബിസിനസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. ഒന്നാമത് എനിക്ക് ഈ ബിസിനസ് വലിയ പരിചയമൊന്നുമില്ല. എന്റെ ഫീൽഡ് ഇതല്ല. ഐ ആം എൻ എഞ്ചിനീയർ. അപ്പം മരിച്ച വിവരം അറിഞ്ഞ് കൽക്കത്തയിൽ നിന്ന് വരുമ്പോ ഈ ഭാരം എല്ലാം കൂടി എടുത്ത് തലയെ വെക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. പിന്നെ ആരെങ്കിലും വേണ്ട ഇതൊക്കെ നോക്കി നടത്താൻ അങ്ങനെ അങ്ങ് ഏറ്റെടുത്തതാ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ എന്റെ പേടി മാറിയിട്ടില്ല. ദൈവകൃപ കൊണ്ട് ഒരു കുഴപ്പവും വരില്ല മിസ്റ്റർ റോയി. അപ്പം നല്ല നില നടത്തിയിരുന്ന ബിസിനസ് ഞാൻ വന്നതോടുകൂടി പൊളിഞ്ഞു എന്ന് പറയിപ്പിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പള്ളികൾക്കും അനാഥാലയങ്ങൾക്കും ഒക്കെ ആയിട്ട് അപ്പൻ ഒരു മാസം ഒരു നല്ല തുക സംഭാവനയായിട്ട് കൊടുത്തു വരുന്നുണ്ടായിരുന്നു. ബിസിനസ് സ്റ്റഡിയായി നിൽക്കുന്നതുകൊണ്ട് അപ്പൻ അത് ചെയ്യാമായിരുന്നു. ഒന്ന് കാലുറയ്ക്കുന്നത് വരെ അനാവശ്യമായ സംഭാവന ഒന്നും വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്നെ തന്നെ ഇനിയൊരു വിശ്വാസമായിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് സംഭാവനയും ദാനവും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒന്നും അങ്ങോട്ട് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്നാലും ഈ ഒരു കേസിൽ ഒരു റീതിങ്കിങ് ഉണ്ടായാൽ നന്നായിരുന്നു. അനുകൂലമായ ഒരു തീരുമാനമെടുത്താൽ ഒരു പാവം കുട്ടിക്ക് ഒരു ജീവിതം കിട്ടും. അതുകൊണ്ടാണ്. സാധാരണ ഞാനൊരു തീരുമാനം എടുത്താൽ അതിൽ നടക്കാത്തതാ. ഇതിപ്പോ മദറും സിസ്റ്ററും ഒക്കെ ഒന്ന് നേരിട്ട് പറയുകയും ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് കാണിക്കുകയും ചെയ്തുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ. ദാനധർമ്മങ്ങളൊന്നും വലിയ വിശ്വാസമില്ലെങ്കിലും എനിക്ക് എന്തോ ഈ കുട്ടിയെ കുറിച്ച് വലിയ വിശ്വാസം തോന്നുന്നു. താങ്ക് യു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. തീരുമാനമെടുക്കുന്നത് അധികം വൈകിക്കാതെ ഇരുന്നാൽ നന്നായിരുന്നു. കോളേജ് തുറക്കാൻ ഇനി അധിക നാളില്ല. അതിനോ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വിവരം അറിയിക്കാം. എന്താ അമ്മമാര്? ആ പെണ്ണിന്റെ കാര്യം പറയാനാ. എനിക്കും തോന്നി. എന്നിട്ട് എന്ത് പറഞ്ഞു? ആലോചിച്ച് മറുപടി പറയാന്ന് പറഞ്ഞു. ചേട്ടാ, അപ്പനുണ്ടാക്കി വെക്കുന്ന കമ്മിറ്റ്മെന്റ്സ് മുഴുവൻ നമ്മൾ ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞ മാതഞ്ചേട്ടൻ കണ്ടുണ്ടാ പെണ്ണെ? അതെങ്ങനെയാ? മുതലാളി തന്നെയും കണ്ടിട്ടില്ല. ആളറിയാതെ ഇങ്ങനെ ഓരോരുത്തരെ സഹായിക്കുന്നത് അദ്ദേഹത്തിനൊരു രസമായിരുന്നു. ചില വേന്ദ്രന്മാര് അത് വെച്ച് അദ്ദേഹത്തെ മുതലെടുത്തിട്ടുമുണ്ട്. ഇത് അത്തരത്തിൽപ്പെട്ട കേസൊന്നും അല്ലല്ലോ. അയ്യോ അല്ല, ഈ കൊച്ചിന് അദ്ദേഹത്തിന് വലിയ കാര്യമായിരുന്നു. മിടുക്കിയാണെന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. മാസത്തിലൊരു കത്ത് മുടങ്ങാതെ എഴുതും. കൃത്യമായിട്ട് മറുപടിയും വരും. ആ ഫയൽ അന്ന് ഞാൻ കാണിച്ചില്ലേ? മാതഞ്ചേട്ടൻ എന്താ തോന്നുന്നേ? ഇത് കണ്ടിന്യൂ ചെയ്യണോ അതോ ഇവിടെ വെച്ച് വിടണോ? അതൊക്കെ റോയ് മോൻ അങ്ങ് തീരുമാനിച്ചാൽ മതി. എനിക്കെന്താ അഭിപ്രായം? പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മാവിന് പ്രയാസം ഉണ്ടാക്കുന്നതാകരുത് ആ ഒരു തീരുമാനം. ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് ഏത് ശരിയെന്ന് തോന്നുന്നോ അതങ്ങ് തീരുമാനിച്ചോ. മൈ ഡിയർ അങ്കിൾ, ഇന്ന് എനിക്ക് അവധിയാണ്. രാവിലെ പള്ളിയിൽ പോയി. സേതുവിനും ബിന്ദുവിനും ചിക്കനാണ്. എനിക്ക് വരുമോന്ന് പേടി. എനിക്ക് ചിക്കൻ വരത്തില്ല എന്ന് മാതാവിനോട് പറഞ്ഞു. ഷേർലി. മൈ ഡിയർ അങ്കിൾ, ഇന്ന് സ്പോർട്സ് ആയിരുന്നു. ലോങ് ജംപ് ചാടുമ്പോൾ എന്റെ കാലുളുക്കി. സിസ്റ്റർ കൊണ്ടുപോയി പ്ലാസ്റ്റർ ഇട്ടു. ഇപ്പോൾ നടക്കാൻ വയ്യ. ഭയങ്കര വേദന. മോനെ, ഭക്ഷണം ഇരുന്ന് തണുക്കുന്നു, ഒന്ന് കഴിക്കേ. അമ്മച്ചിക്ക് അറിയാമോ ആ പൂർ ഹോമിലെ കൊച്ചിനെ? ദേവമാതാ പൂർ ഹോമിലെ ഏത്? അപ്പച്ചൻ സ്പോൺസർ ചെയ്യുന്നതാ. എന്റെ തമാശ എന്ന് വെച്ചാൽ അവര് തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ലെന്നുള്ളതാ. ഏതാണ്ട് ഒരു 10 വർഷം അവർ തമ്മിൽ പരസ്പരം കാണാതെ കത്തിലൂടെ കാര്യങ്ങൾ അറിയിച്ചോണ്ടിരുന്നു. പുള്ളിക്കാരെ അങ്ങനെ ആരെയൊക്കെ സഹായിച്ചിരിക്കുന്നു. വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ അറിയാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരനായതുകൊണ്ട് പലതും എന്നോട് പോലും പറയാറില്ലായിരുന്നു. ഇന്നിപ്പോ അവിടെ നിന്ന് 2 അമ്മമാര് വന്നിരുന്നു. അപ്പച്ചന്റെ ദാനധർമ്മങ്ങളുടെ ലിസ്റ്റ് കട്ട് ചെയ്ത കൂട്ടത്തില് ഞാൻ ആ കൊച്ചിന്റെ സ്പോൺസറിങ് വിട്ടോ എന്ന് എഴുതിയിരുന്നു. അവര് വിടുവോ? അമ്മമാരല്ലേ. അപ്പച്ചൻ ചെയ്തിരുന്നതൊക്കെ അതുപടി ഞാനും അങ്ങ് ചെയ്യണമെന്ന് വട്ടാ. നല്ല കാര്യമാണെങ്കിൽ അതങ്ങ് ചെയ്യണം. സമയത്തിനും കാലത്തിനും ആഹാരം കഴിക്കില്ല, ബാക്കിയുള്ളവരെ കഴിക്കാൻ സമ്മതിക്കില്ല. മതി ഒരുപാട് വലിച്ചു വാരി കെട്ടി തിന്ന് ഒടുവിൽ അവളെ അമ്മയെ പോലെ തീർത്ത് പിടിച്ച് നിന്നാ കെട്ടിക്കാൻ നേരത്ത് നമ്മൾ കട്ടപ്പെടും. അവള് തിന്നോട്ടെ, നിനക്കെന്തിനാ അതിൽ അസൂയ? തിന്ന് 1 മാസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ നിന്നെ ഹോസ്റ്റലിലേക്ക് പാഴ്സലേക്കല്ലേ? പിന്നെ ഞാനങ്ങും പോവില്ല. എടി പെണ്ണെ, കോളേജ് ലൈഫിന്റെ രസം അറിയണമെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം. അല്ലാതെ കാറിൽ വന്നും പോയി നിന്ന് പഠിച്ചാ ഒരു ത്രില്ല് നിനക്കുണ്ടാകില്ല. ഞാൻ സഹിച്ചു. അത്രയും കുറച്ച് ത്രില്ല് മതി. മതിയെങ്കിൽ മതി. പക്ഷെ നിന്റെ ഡാഡി എഴുതിയേക്കുന്നത് അങ്ങനെയാ. ഡാഡി അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഉണ്ടോ അല്ലിമിച്ചി? എന്തോന്ന്? ദേ അപ്പാപ്പൻ പറയണ് എന്നെ ഹോസ്റ്റലിൽ അയച്ചോളണമെന്ന് ഡാഡി എഴുതിയിട്ടുണ്ടെന്ന്. അവൻ ചുമ്മാ നിന്നെ ഇളക്കാൻ പറയുന്നതല്ലേ.
എന്റെ മോൾ എവിടെയും പോണ്ട, ഇവിടെ നിന്നാ മതി. അലക്സ, ആ പിന്നെ അകത്തേക്ക് വാ. ആഹാ, അപ്പാപ്പൻ മോക്ക് വാരി കൊടുക്കുകയാണെന്ന് തോന്നുന്നല്ലോ. അതിന് ഇവളൊന്നും കഴിക്കുന്നില്ല. കണ്ടില്ലേ, ക്ഷീണിച്ച് വരുന്നേ. ഈ നേരത്തെ എവിടെ നിന്നാണ് രണ്ടും കൂടെ? ഒന്നും പറയണ്ട. ദേ ഇവളുടെ നിർബന്ധം കാരണം ഒരു സെക്കൻഡ് ഷോയ്ക്ക് ഇറങ്ങിയതാ. അവിടെ ചെന്നപ്പോ ടിക്കറ്റ് കിട്ടുന്ന ലക്ഷണമൊന്നുമില്ല. മനുഷ്യന്റെ ഈ കാശില്ല എന്ന് പറയുകയും ചെയ്യും. സിനിമാ തിയേറ്ററിന് മുമ്പിൽ ചെന്നാൽ ഏത് പാതിരായ്ക്ക് ഒരു പെരുന്നാളിന്റെ ബഹളം. ഓ, നിന്നായിരുന്നേ ടിക്കറ്റ് ഒക്കെ കിട്ടിയനെ. അങ്ങനെ ആവുമ്പം ഇത് നടക്കുകയല്ലോ. എനിക്ക് അപ്പോഴേ മനസ്സിലായി സൂത്രം. എന്തെങ്കിലും കഴിക്കുന്ന മോനെ? ഒന്നും വേണ്ട. എന്റെ പൊന്നമ്മച്ചി സ്വല്പം ഐസ് വാട്ടർ ഇങ്ങനെ വന്നാ മതി. എന്താ കുട്ടൂനെ കൊണ്ടുവരാഞ്ഞ്? അവനും ഉറങ്ങി. അയ്യോ, അല്ലേലും അതിനെയും കൊണ്ട് തിയേറ്ററിൽ പോയാ കുറെ സിനിമ കാണാനും ഒക്കും. ഇതാ മര്യാദക്കിരിക്കുന്ന റോയ് ചൈനി കൂടി വെറുതെ. നീ പോടിയൊന്ന്. എങ്ങോട്ട്? എന്നാലും എന്താ കുട്ടൂനെ കൂടെ കൊണ്ടുവരാഞ്ഞ്? കൊണ്ടുവന്നായിരുന്നേല് ഇതുപോലെ സ്വൈരമായിട്ട് എനിക്കിരിക്കാൻ പറ്റൂ? കൊച്ചുണ്ടാകുന്നത് വരെ എല്ലാ പെമ്പിള്ളാർക്കും എല്ലാ കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ്. സ്വന്തമായിട്ടൊന്ന് കിട്ടുമ്പോഴാ വിവരം അറിയുന്നത്. ഇവൾക്കല്ലേലും ധൃതി കുറച്ച് കൂടുതലാ. നാളെ ആവട്ടെ, നിന്റെ ഡാഡിക്ക് എഴുതുന്നുണ്ട്. ഛേ, അത് കഷ്ടല്ലേ? എന്ത് കഷ്ടം? അപ്പനും അമ്മയും കൂടെ പണം ഉണ്ടാക്കാൻ നൈജീരിയയിൽ പോയി കിടന്നാ ബാക്കിയുള്ള വേണം പയ്യനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. അതിന് എന്റെ കുഞ്ഞാണെങ്കിൽ നേരെ ആഹാരം പോലും കഴിക്കുകയല്ലേ. നല്ല ഫിഗറൊക്കെ സൂക്ഷിച്ച് നിർത്തിയില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കൊള്ളാവുന്ന പയ്യന്മാർ ആരെങ്കിലും വരുമോ ഇവിടെ കൊണ്ടുപോയി? അതെ അതെ. എന്താ മോനെ കൊണ്ടുവരാഞ്ഞ്? നില്ലെടി അവിടെ. എല്ലാം ദൈവഹിതമാണെന്ന് മനസ്സിലോർത്തോണം. നിന്നെ തുടർന്ന് സ്പോൺസർ ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് നിന്റെ സ്പോൺസർക്ക് ചെറിയൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. നിന്നെ ഞങ്ങളത് അറിയിച്ചില്ലെന്നേ ഉള്ളൂ. കർത്താവ് അദ്ദേഹത്തിന് നല്ല ബുദ്ധി തന്നെ തോന്നിച്ചു. മൈ ഡിയർ അങ്കിൾ, എന്താ ഷെർലി? അങ്കിളിനുള്ളതാ. അയച്ചേക്കാം. പിന്നെന്താ? ഹോസ്റ്റലിൽ ചെന്നിട്ട് അങ്കിളിന് കത്തെഴുതുമ്പോ അഡ്രസ് അറിയാത്തത് കൊണ്ട്. അത് സാരമില്ല, ഇങ്ങോട്ട് അയച്ചു തന്നാ മതി. ഞങ്ങൾ വായിച്ചു നോക്കിയിട്ട് അയച്ചു കൊടുത്തോളാം. അഡ്രസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരിട്ട്. എന്തിനാ കുട്ടിക്ക് അഡ്രസ്? അല്ല, മദറിന് അത്രയും ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ആളറിയിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ ഇത്രയും കാലം അദ്ദേഹം നിന്നെ കാണാൻ കൂട്ടാക്കാഞ്ഞത്. അറിയിക്കണമെന്ന് തോന്നുമ്പോ അദ്ദേഹം തന്നെ ഞങ്ങളോട് പറയും, കേട്ടോ? യെസ് മദർ. പൊയ്ക്കോളൂ.